ബംഗളൂരുവിലെ യുവ ഡോക്ടറുടെ മരണം കൊലപാതകം നടത്തിയത് ഭർത്താവ് കൂടിയായ യുവ ഡോക്ടർ. മാസങ്ങൾക്ക് ശേഷം ചുഴലിഞ്ഞ കൊലപാതക വാർത്തയുടെ ഞെട്ടലിലാണ് ഇപ്പോൾ ബംഗളൂരു നഗരം. ഏപ്രിൽ 26-നാണ് ഡോക്ടർ കൃതിക എം റെഡ്ഡിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നത് ഒരു സാധാരണ മരണമായിട്ടായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ 6 മാസങ്ങൾക്കിപ്പുറം കൃതികയുടെ ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. 29-കാരിയായ കൃതിക ഡെർമറ്റോളജിസ്റ്റ് ആണ്. മറത്തഹള്ളിയിലെ വീട്ടിലാണ് കൃതികയെ ഏപ്രിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിക്ടോറിയ ആശുപത്രിയിൽ ഫെലോഷിപ്പ് ചെയ്യുന്ന ജനറൽ സർജനായ ഭർത്താവ് മഹേന്ദ്ര റെഡ്ഡി അന്ന് അവകാശപ്പെട്ടത് കൃതികയുടെ മരണം ബ്ലഡ് ഷുഗർ കുറഞ്ഞതുകൊണ്ടും ചില ദഹന പ്രശ്നങ്ങൾ അലട്ടിയിരുന്നത് കൊണ്ടുമാണ്. എന്നാൽ സംശയം തോന്നിയ കൃതികയുടെ മാതാപിതാക്കളുടെ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിലാണ് പോലീസ് ഈ കേസ് റീഓപ്പൺ ചെയ്യുന്നത്. ഒടുവിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലേക്കാണ് പോലീസ് സംഘം ചെന്നെത്തിയതും ഭർത്താവായി യുവ ഡോക്ടറെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അനസ്തേഷ്യ നൽകാൻ ഉപയോഗിക്കുന്ന പ്രൊപ്പോഫോൾ എന്ന മരുന്ന് കൊടുത്ത് കൃതികയെ ഘട്ടം ഘട്ടമായി കൊലപ്പെടുത്തിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് വളരെ കൂടിയ അളവിൽ ശരീരത്തിലേക്ക് എത്തുകയും തുടർന്ന് പതിയെ ശ്വാസകോശ സ്തംഭനത്തിലേക്കും ഒടുവിൽ മരണത്തിലേക്ക് നയിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഫോറൻസിക് റിപ്പോർട്ടിലും കൃതികയുടെ ശരീരത്തിൽ നിന്നും പ്രൊപ്പോഫോളിന്റെ അംശം കണ്ടെത്തിയിരുന്നു. കൃതികയുടെ മരണം സംശയാസ്പദമായിരുന്നു. എന്നാൽ അന്നാരും പരാതി നൽകാത്തത് കൊണ്ടാണ് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാതിരുന്നത്. പിന്നീട് പോലീസ് മാതാപിതാക്കളുടെ നിർബന്ധത്തെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സംഭവ സ്ഥലത്ത് നിന്നും തെളിവുകൾ ശേഖരിക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. റിപ്പോർട്ട് വന്നപ്പോഴാണ് കൃതികയ്ക്ക് അമിതമായ അളവിൽ പ്രൊപ്പോഫോൾ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. പിന്നീട് ആരാണ് ആ മരുന്ന് കൃതികയ്ക്ക് നൽകിയത് എന്ന് കണ്ടെത്താനായി പോലീസിന്റെ ശ്രമങ്ങൾ. ആ അന്വേഷണമാണ് ഭർത്താവായ യുവ ഡോക്ടറിലേക്ക് ചെന്നെത്തിച്ചത്. ദഹന പ്രശ്നങ്ങൾക്കുള്ള മരുന്നെന്ന നിലയ്ക്ക് തുടർച്ചയായി 3 ദിവസം കൃതികയ്ക്ക് ഭർത്താവ് അനസ്തേഷ്യ മരുന്ന് നൽകിയിരുന്നു. ഏപ്രിൽ 23-ന് കൃതിക അബോധാവസ്ഥയിലായി. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. 72 മണിക്കൂർ ഫാസ്റ്റിംഗ് ടെസ്റ്റിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും 36 മണിക്കൂറിന് ശേഷം തന്നെ കൃതികയെ മഹേന്ദ്ര റെഡ്ഡി ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. വീട്ടിലെത്തി മണിക്കൂറുകൾക്ക് ശേഷം കൃതികയുടെ മരണവും സംഭവിച്ചു. കൃതികയെ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങിയതിന്റെ പിന്നിലെ കാരണങ്ങളെ കുറിച്ചാണ് കൃതികയുടെ മാതാപിതാക്കൾ പിന്നീട് അന്വേഷിച്ചു തുടങ്ങിയത്. സാമ്പത്തിക പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും അടക്കമുള്ള കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഇപ്പോഴും പോലീസ് അന്വേഷണം തുടരുകയാണ്. കൃതികയുടെ അച്ഛൻ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിക്കെതിരെ ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് ഇതേപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ബംഗളൂരു നഗരത്തിൽ അസാധാരണമായ വിധം 6 മാസത്തിന് ശേഷം ഒരു മരണം കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച